ശിവ, ദാ ശിവ ഇവിടെ. ഓ മീരേച്ചി. ഹലോ, ഇതാരിത്? എന്റെ മോളെ, ഇത് ഭയങ്കര സർപ്രൈസ് ആയല്ലോ. അല്ല എന്താ ഇവിടെ? എടാ, എനിക്കൊരു എക്സാം ഉണ്ട്. അല്ല, നീ എപ്പോ നാട്ടിലെത്തി? ഞാൻ ഒരാഴ്ചയായിട്ടുണ്ട്. ഒരാഴ്ചയോ? എന്തൊരു സാധനം നോക്കിയേ. എന്നിട്ട് നീ ഇതൊരു വിളിച്ചു പോലുമല്ലോ. അല്ലേലും നീ സ്റ്റേറ്റസ് കാണാറുള്ളപ്പോഴല്ലാണ്ട് എപ്പോഴാ നീ മെസ്സേജ് അയക്കാറുള്ളത്? എന്റെ പൊന്നു മോളെ, നിനക്ക് അറിയാലോ, നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വള്ളി പിടിച്ച പരിപാടികളുണ്ടാവും. പിന്നെ അതൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് വിളിക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ചേടാ സോറി. ശരി ശരി. അബി, ഇത് ശിവ ഞാൻ ഇടയ്ക്ക് പറയാറുള്ളേ. എടി, സീറ്റലിൽ ഞങ്ങൾ ഒരുമിച്ചൊരു വർഷം ഉണ്ടായിരുന്നു. ഇപ്പൊ കാനഡയിലാണ് ചെക്കൻ. ഇത് എന്റെ റൂംമേറ്റ് അഭിരാമി. ഇപ്പം ഇവള് രാമേശ്വരത്ത് ഒരു സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. കാനഡയിലൊക്കെ പോയി ഫുൾ ചെക്കൻ അങ്ങ് മാറി ഒന്ന് ചെത്തായിട്ടുണ്ടല്ലോ. ഞാൻ പണ്ട് അടിപൊളിയല്ലേ? ഓ പിന്നെ, നമ്മൾ ലാസ്റ്റ് എന്നായിരുന്നടാ കണ്ടത്? എനിക്ക് തോന്നുന്നു 3-4 വർഷമായി നമ്മുടെ ചിന്നുവിന്റെ മാരേജിന് തോന്നുന്നു. ആ, അത് തന്നെ അത് തന്നെ. ചേച്ചി, എനിക്ക് ഇച്ചിരി പരിപാടി ഉണ്ട്. നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് എന്തായാലും കാണാം. കുറെ സംസാരിക്കാനുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഓൾ ദി ബെസ്റ്റ്. കാണാം. ശരി ശരി. ആ സാറേ, ഞാൻ എത്തി. സാർ എവിടെയാ? ഹായ്. മീരേജ് പോസ്റ്റ് ഒന്നല്ലേ? അങ്ങനൊന്നുമില്ല, ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കായിരുന്നു. ആ, അത് ശരി, കൊള്ളാലോ. ശിവ ഇവിടെ അല്ലേ പഠിച്ചേ? ആ. നിങ്ങളുടെ ക്യാമ്പസ് ശരിക്കും കൊള്ളാട്ടോ. നല്ല കാമായിട്ടുള്ള ആംബിയൻസ്. അത്രേ ഉള്ളൂ. ഈ ക്യാമ്പസ് കാണുമ്പോൾ തനിക്ക് ക്യാമ്പസ് ലൈഫ് മിസ് ചെയ്യുന്നല്ലേ? ഒരിക്കലും ഇല്ല. എൻ്റെ ക്യാമ്പസ് ഇതുപോലൊന്നും അല്ലടോ. ഒരുമാതിരി ജയിലിലകപ്പെട്ട അവസ്ഥ അവിടെ. ഇവിടെ എന്തോ എനിക്കിഷ്ടമായി. സംഭവം അതങ്ങനെയാണ്. നമ്മളിപ്പം എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ഒരു ലൈഫ് ഉണ്ടല്ലോ, അതിടയ്ക്ക് നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇത് സോണി? യെസ്. ഓ, ഞാൻ നോക്കിയോട്ടെ? ഹംബോ, ഫോട്ടോസൊക്കെ കൊള്ളാലോ. താങ്ക് യു. എൻ്റെ ഒരു പഴയ ക്യാമറ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഫസ്റ്റ് സാലറി എടുപ്പ് മേടിച്ച. ഓ നൈസ്. ഞാനും അങ്ങനെ തന്നെയാ. എവിടെ പോയാലും ഇതെന്റെ കൂടെ ഉണ്ടാവും. ഓ, അപ്പം ടീച്ചിങ് മാത്രമല്ല, ഫോട്ടോഗ്രാഫി ഇൻട്രസ്റ്റ് ആണല്ലേ? അച്ഛനൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. പണ്ട് ഫിലിം ക്യാമറയിൽ ഫോട്ടോസൊക്കെ എടുത്ത് പ്രോസസ്സിങ് ചെയ്യുന്നൊക്കെ കണ്ട് കണ്ട് എനിക്കും എന്തോ ഇതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നി. എനിക്ക് തോന്നുന്നു എക്സാം കഴിയാൻ എന്തായാലും ഒരു 3 മണിക്കൂർ എടുക്കും. അപ്പം തനിക്ക് വേറെ പ്ലാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വന്നാൽ നമുക്കൊരു ചായ കുടിക്കാം. കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള കുറച്ച് സ്പോട്ടുകളും കാണിച്ചു തരാം. എന്നാ പോയേക്കാം. ഓക്കെ. ഇതൊക്കെ കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ. നോട്ടെ. അല്ല, അഭിരാമിയുടെ സ്ഥലം എവിടെയാ? ഞാൻ ജനിച്ചതും വളർന്നൊക്കെ മുംബൈയിലാ. അപ്പ അവിടെ ടൈംസിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. നാട്ടിലാണെങ്കിൽ അമ്മ ആലുവയും അപ്പ പെരുമ്പാവൂരും. അല്ല, അപ്പം ഈ രാമേശ്വരത്ത് എങ്ങനെ എത്തിപ്പെട്ടെ? ഞാൻ പഠിക്കുന്ന കാലം തൊട്ടേ തീരുമാനിച്ച കാര്യമാണ്, ഒരിക്കലും വീട്ടിൽ നിന്ന് പോയി വരുന്നിടത്ത് ജോലി നോക്കില്ലാന്ന്. പിന്നെ ഈ മുംബൈ പോലുള്ള തിരക്കുള്ള സിറ്റിയിൽ താമസിച്ചിട്ട് വെക്കേഷന് മുത്തശ്ശിയുടെ അടുത്ത് പോയി നിൽക്കും നാട്ടില്. അപ്പൊ കിട്ടുന്നൊരു ഫീലുണ്ട്. അതുകൊണ്ട് തന്നെ വില്ലേജ് ലൈഫിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടം. സോ രാമേശ്വരത്തൊരു ജോബ് ഓഫർ വന്നപ്പോൾ വേറൊന്നും നോക്കിയില്ല, നേരെ വിട്ടു. എന്നിട്ട് അവിടുത്തെ ടീച്ചിങ് ലൈഫ് ഒക്കെ എങ്ങനെയുണ്ട്? ഐ ജസ്റ്റ് ലവ് ഇറ്റ്. അവിടുത്തെ ആളുകളും സ്ഥലവും എല്ലാം അടിപൊളിയാ. ഞാൻ അവിടെ LP കുട്ടികളെ പഠിപ്പിക്കുന്നത്. കുട്ടികൾ വളർന്നു വരുന്ന ആ പ്രായത്തിൽ അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അവരുടെ കുഞ്ഞു കുഞ്ഞു പരാതികൾ കേൾക്കുക. രസമാണ് അതൊക്കെ. സീരിയസ്ലി നമ്മളും യങ് ആയിപ്പോ. ഇത് പിടിക്ക്. 1 സെക്കൻഡ്.
ഹലോ, ആ പറയൂ. ഇല്ലില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അതിനിപ്പോൾ ഏത് ജോലിസിൻ്റെ അടുത്ത് പോയാലും അത് തന്നെയല്ലേ പറയൂ. ഇല്ലില്ല, ഇനിയിപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് കാശൊന്നും കളയണ്ട. സി, നിങ്ങൾക്കതിൽ വലിയ വിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെയും പോയി നോക്കാൻ പറഞ്ഞത്. എനിക്ക് ഈ പറയുന്ന ജാതകത്തിലൊന്നും സത്യം പറഞ്ഞാൽ വലിയ വിശ്വാസമില്ല. രണ്ട് വ്യക്തികൾക്കിടയിലുള്ള കണക്ഷൻ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഓക്കെ എന്നാൽ. എൻ്റെ ജാതകപ്രകാരം സത്യം പറഞ്ഞാൽ 30 വയസ്സിനുള്ള കല്യാണം കഴിക്കണതാണ്. പിന്നെ 30 വയസ്സിനുള്ളിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ 38 വയസ്സ് കഴിയുന്ന അമ്മ പറയണേ. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതും പറഞ്ഞ് വൻ ടെൻഷനാണ്. ഞാൻ നാട്ടിലെത്തിയ അന്ന് മുതൽ അമ്മയുടെ മെയിൻ പരിപാടി പെണ്ണ് കാണില്ല. എന്നിട്ടൊന്നും റെഡി ആയില്ലേ? എവിടുന്ന് റെഡിയാവാൻ? ഈ മാട്രിമോണി സെറ്റാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ജാതകം റെഡിയാവില്ല, ജാതകം സെറ്റായാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല, മടുപ്പാന്നേ. അമ്മ പറയണത് എൻ്റെ എന്തോ ദോഷജാതകമാണ്. ഇനിയിപ്പോൾ അതിനെ പറ്റുന്ന ആളെ കിട്ടിയാലാണ് കല്യാണം നടക്കണമെന്നൊക്കെയാണ് പറയണേ. എൻ്റെ അപ്പയുടെയും അമ്മയുടെയും ജാതകം കണ്ടിട്ട് ജോത്സ്യം പറഞ്ഞത് അവർ 3 രാത്രി തേക്കത്തില്ലെന്ന്. അവർ 3 രാത്രിയും കഴിഞ്ഞ മാസം 33ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. ഞാനത് ഓർക്കണേ. സത്യം പറഞ്ഞാൽ മറ്റുള്ള ജാതിക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നോക്കിയിട്ടാണ് കല്യാണം കഴിക്കണേ. എന്നാ പിന്നെ സ്വയം അങ്ങ് ആരെങ്കിലും കണ്ടുപിടിച്ചൂടെ? അത് പറ്റാത്തതുകൊണ്ടാണല്ലോ ഞാൻ അമ്മേനെ പരിപാടി ഏൽപ്പിച്ചത്. അപ്പൊ തനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ലേ? അല്ല, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഞാനിവിടെ നാടുവിടാൻ തന്നെ കാരണം. പിന്നെ എന്നിട്ട് കാനഡയിൽ പോയേ. അതെന്താ സംഭവം? അല്ല, അങ്ങനെ ഇപ്പം എന്താ പറയാൻ പാകത്തിന് വലിയ സംഭവമൊന്നുമില്ല. ഒരു സാധാ ക്യാമ്പസിലോ അത്രേ ഉള്ളൂ. പക്ഷേ അന്നത്തെ സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് നൈസായിട്ട് എൻ്റെ പണിയൊന്നും വളയായിരുന്നു. നല്ലൊരു തേപ്പ് കിട്ടിയല്ലേ? അതെ, നൈസായിട്ട്. എന്നിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞ നല്ല ഫ്രണ്ട്സായിരുന്നു. പിന്നെ കോഴ്സ് കഴിഞ്ഞ് പോയതിനു ശേഷമൊക്കെയാണ് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള മോഡിലേക്ക് വരണേ. 1 വർഷം സത്യം പറഞ്ഞാൽ നല്ല അസ്ഥിക്ക് പിടിച്ച് പ്രണയമായിരുന്നു. പിന്നെ ഈ ലോങ് ഡിസ്റ്റൻസ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ ലേറ്റായിട്ട് അറിഞ്ഞത്. പിന്നെ എനിക്ക് മനസ്സിലായി അവളുടെ കുറേ തമാശകളൊന്നായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ പറയാനാണെങ്കിൽ മഹാഭാരതം പോലെ നീണ്ട കഥയാണ്. പക്ഷേ ഇപ്പോൾ ഓർക്കുമ്പം വൻ കോമഡിയാണ്. പക്ഷെ അന്ന് വിട്ടുകളയടോ, അത് തനിക്കുള്ളതായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് ഞാൻ കാനഡയ്ക്ക് പോയത്. അതുകൊണ്ട് ലൈഫ് സെറ്റായി. പക്ഷേ പിന്നീട് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. അതാണ് ലൈഫിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യത്തിനും ഒരു കാരണം ഉണ്ടാവും. പിന്നെ ഒരിക്കലെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ. ഒരു കണക്കിനൊരു ഹാർട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടാവുന്നത് നല്ലതാ. നമുക്കൊരു സെൽഫി എടുത്താലോ? ഷുവർ. അതെ, എക്സാം കഴിയാറുണ്ടാവും. നമുക്കെന്നാ പോയാലോ? ഓക്കെ, എന്നാ പോ. ആ, നിങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോയതാ? ഞങ്ങള് ചുമ്മാ. അല്ല, എക്സാം ഉണ്ടായിരുന്നു. ഓ, വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു. ശരി. അല്ല, ഇനി നിങ്ങൾക്ക് എന്താ പരിപാടി? നല്ല വിശപ്പുണ്ട്, എന്തെങ്കിലും കഴിക്കണം. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാരാലിലേക്ക് പോയാലോ? ഓക്കെ. ഹലോ മാഡം, പറയൂ. പോടാ അവിടുന്ന്. അവൻ്റെ ഒരു മാഡം എന്തൊരു ആക്ടിങ് ആയിരുന്നടാ. എന്താ ഇപ്പൊ റിയലിസ്റ്റിക് ആയിരുന്നില്ലേ? ഓ പിന്നെ ഭയങ്കര ഓവറായിരുന്നു. എന്തായാലും നിന്നെ പറ്റി അവർക്ക് നല്ല അഭിപ്രായമാണ്. ആണാ? എന്നിട്ട് അബി എന്താ പറഞ്ഞേ? പറ. അബീന്നൊക്കെ ആയ? അല്ല, ചേച്ചി കാര്യം പറ. അടങ്ങടാ അടങ്ങ്. വന്നപ്പോ തൊട്ട് നിന്നെ പറ്റി കൊറേ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും നിന്റെ നമ്പറൊക്കെ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി. പിന്നെ ഉണ്ടല്ലോ, ഒരു സ്മരണയൊക്കെ വേണം കേട്ടോ. ഓക്കെ ഓക്കെ. പിന്നെ മിരച്ചി. ആടാ. യെസ്, ഫൈനലി ഐ മെറ്റ് ഹർ. ഇവളെ കണ്ടിട്ട് ഞാൻ കാത്തിരുന്നു.
ഇതാരേച്ചി? കൊള്ളാലോ, നല്ല രസമുണ്ടല്ലോ. എന്റെ റൂംമേറ്റ് ആടാ, അഭിരാമി. കൊള്ളാലോ ആള്. എന്താടാ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? കല്യാണം കഴിഞ്ഞിട്ടില്ല, സിംഗിളാണ്. എൻ്റെ മീരേച്ചി നിങ്ങൾക്കൊട്ട് സ്നേഹമില്ല കേട്ടോ. ഇത്ര നല്ല പിള്ളേരോട് ഉണ്ടായിട്ടാണോ ഞാൻ ഈ കണ്ണി കണ്ട മാട്രിമോണിക്ക് നോക്കി നടക്കണേ? കൊച്ചിനൊന്നും എനിക്ക് പരിചയപ്പെടുത്താന്നോടെ. നീ നാളെ ഫ്രീ ആണോ? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഞാൻ ഫ്രീ ആണ്. നാളെ എനിക്കൊരു എക്സാം ഉണ്ട്, നിന്റെ കോളേജിലാണ്. അവളും ഉണ്ടാവും. ഏത്? എൻ്റെ കോളേജിലാ? അത് കലക്കി. ഞാൻ എന്തായാലും നാളെ സാറിനെ കാണാൻ വേണ്ടി വരാനിരിക്കായിരുന്നു. അപ്പൊ നാളെ പോരെ? നിനക്ക് അവളോട് മിണ്ടാനുള്ള സാഹചര്യം ഞാൻ ഒപ്പിച്ചു തരാം. ബാക്കിയൊക്കെ നിന്റെ കയ്യിലാ. നല്ല കൊച്ചാ, വിട്ട് കളയണ്ട.